നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കാറുള്ളതാണ് ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വേർഷനിലുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ കേരള സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 2 കോഴിയാണ്. 2 കിലോ ഉണ്ട്. വലിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ചേർക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് ഞെരടിയിടുകയാണ്. ചെറുതായിട്ട് കീറിയിട്ടുമുണ്ട്. ഇത് നന്നായിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കുക. കാശ്മീരി മുളക് പൊടി അല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഇച്ചിരി കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നല്ല കറിക്ക് കൊഴുപ്പും ഉണ്ടാവും, മാത്രമല്ല നിറവും ഉണ്ടാവും, വലിയ എരിവും ഉണ്ടാവില്ല. അരപ്പ് നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമ്മിയ ശേഷം ഇത് നമുക്ക് കവർ ചെയ്ത് കൂടുതൽ സമയം മാറിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ ആണെങ്കിൽ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉള്ളി വറുത്തതാണ്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഉള്ളി വറുക്കാനായതുകൊണ്ട് കുറച്ച് കൂടുതൽ എണ്ണയാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ 2 കിലോ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഏകദേശം 1/2 കിലോ സവോളയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതൊരു റിച്ച് കറിയാണ് ചിക്കൻ റോസ്റ്റ്. നല്ല ഒക്കേഷനൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ നല്ലതാണ്. ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ സവോളയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്കിത് എടുക്കാം. ഇരുന്നിട്ടൊരു ചെറിയ മൂക്കലുണ്ടാവും, അത് കണക്കാക്കി എടുക്കുക. നമ്മൾ ഉള്ളിയെല്ലാം വറുത്തെടുത്തു. ഇനി നമുക്ക് ഈ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചതിനകത്തുനിന്ന് കുറച്ച് ഓയിൽ യൂസ് ചെയ്യാം. മുങ്ങിക്കിടക്കുന്ന പോലെ ഫ്രൈ ചെയ്യണം എന്നില്ല. കുറച്ച് എണ്ണ ഉപയോഗിച്ച് 2 സൈഡ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഫസ്റ്റ് ബാച്ച് ഇടാം. കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് കളറിങ് മാത്രം, നല്ലൊരു ബ്രൗണിങ് മാത്രം മതി. ബാക്കി കുക്കിംഗ് എല്ലാം നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യും. ജസ്റ്റ് ഒരു ബ്രൗണിങ് കിട്ടാനായിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് കളർ മാറിക്കഴിയുമ്പോൾ ടേൺ ചെയ്യാം. ഇതേപോലെ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം. അകത്തോട്ട് കുക്ക്ഡായിട്ട് ഉണ്ടാകത്തില്ല. ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. അതുപോലെ അണിയൻസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സ് തുടങ്ങാം. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഈ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തിരുന്ന ഉള്ളി വറുത്ത എണ്ണ കുറേ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇവിടെ എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം. ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ചിക്കൻ റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 2 ചിക്കൻ ആയതുകൊണ്ട് 2 കിലോ ചിക്കൻ ആയതുകൊണ്ട് 30 ഗ്രാം ഇഞ്ചി, ഇഞ്ചി, അതേപോലെ തന്നെ 30 ഗ്രാം തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 25-30 നമ്പേഴ്സ് ഉണ്ടാവും. 4 പച്ചമുളക്, 100 ഗ്രാം ചുമന്നുള്ളിയും കൂടെ ഉണ്ട്. ഒരു 20 എണ്ണം കണ്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കുക. ഇതേപോലെ അരച്ചെടുത്തു. അപ്പം ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാം.
ഇത് നന്നായിട്ട് റോസ്റ്റഡ് ആണ്. ഇത് കുറച്ച് സമയം എടുക്കുക, പച്ചമണം നന്നായിട്ട് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. അപ്പം എണ്ണ കുറവാണെങ്കിൽ എപ്പോഴും നമ്മൾ ആ വറുക്കാൻ യൂസ് ചെയ്ത എണ്ണ കുറച്ച് യൂസ് ചെയ്യാം. ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ട് റോസ്റ്റഡ് ആവണം. ഈ പച്ചമണം ഫുൾ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മസാല ചേർക്കാം. കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. കുറച്ച് പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ബേൺഡ് ആവാണ്ടിരിക്കാൻ, മസാല ബേൺഡ് ആവാണ്ടിരിക്കാൻ ഒന്നുകിൽ വെള്ളത്തിൽ കുറച്ച് മിക്സ് ചെയ്ത് ചേർക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ ഉടനെ തന്നെ ഇടുക. ഇതൊരു 4 ടൊമാറ്റോ ആണ്, അതിനകത്തേക്ക് ചേർക്കാം. ഏകദേശം 350 ഗ്രാംസോളം ഉണ്ട് ടൊമാറ്റോ. അത് ചിലപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഈ മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഈ ടൊമാറ്റോസ് വെന്ത് ഉടഞ്ഞു വരുന്ന ഒരു പരുവം വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ടൊമാറ്റോസ് ഇട്ട് ടൊമാറ്റോസ് ഉടഞ്ഞു മാത്രമല്ല ഈ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവോള 2 പിടിയും കൂടെ ചേർക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ നന്നായിട്ട് കുക്കാവണം, അതുവരെ കുക്ക് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചേരം അടച്ച് വെക്കുമ്പോഴത്തേക്ക് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിന്ന് ചെയ്തേക്കുന്ന 2 ചിക്കൻ വെച്ചിട്ടാണല്ലോ. അപ്പോൾ നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി 1 ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ അളവും നേരെ ഹാഫാക്കി എടുത്താൽ മതി. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം ഞാൻ തുറന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തു. അപ്പോൾ നോക്കിയാൽ ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്, ഇനിയും കുക്കാവാനുണ്ട്. അപ്പോൾ ചിക്കൻ സാധാരണ കുക്ക് ചെയ്യാനായിട്ട് 20 to 25 മിനിറ്റ്സ് ടൈം എടുക്കും. ഇത് വലിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ ഏകദേശം 25 മിനിറ്റോളം സമയം എടുക്കും. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ എക്സ്ട്രാ ചേർത്തു. ഉപ്പ് എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പ്രിഫറൻസസ് ചേർക്കുക. ഷുഗർ ഞാനൊരു 3/4 ടീസ്പൂൺ ചേർത്തു. അപ്പോൾ 1 പിടി നമ്മൾ റിസർവ് ചെയ്ത് വെക്കുക ഗാർണിഷിന് വേണ്ടിയിട്ട്. ബാക്കി അണിയൻസ് കൂടെ ഈ സമയത്ത് ചേർക്കാം. ഒരു 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് പരുവം. അപ്പോൾ നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. 25 മിനിറ്റ്സോളം നമ്മൾ കുക്ക് ചെയ്തു. ഗ്രേവി അധികം ഉണ്ടാകത്തില്ല, റോസ്റ്റ് ആകുമ്പോൾ ഇച്ചിരി ഒരു ചെറുതായിട്ടേ ഗ്രേവി ഉണ്ടാകത്തുള്ളൂ. ആ രീതിയിലാണ്. ഇതിനകത്തേക്ക് മല്ലിയില, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മല്ലിയില ഇടാം. ഞാനൊരു 1 or 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർക്കുകയാണ്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ റോസ്റ്റ് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഫ്രൈഡ് അണിയൻസൂടെ വെച്ച് ഗാർണിഷ് ചെയ്ത് വേണം സെർവ് ചെയ്യാൻ. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ചിക്കൻ റോസ്റ്റ് നല്ല റിച്ചാണ്. നല്ലൊരു ഒക്കേഷനൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയൊരു കറിയാണ് ചിക്കൻ റോസ്റ്റ്. അപ്പോൾ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ വേണം സെർവ് ചെയ്യാം, ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ കേരള പൊറോട്ടയുടെ കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.